വിശ്വഭാരതി സേവാ കുംഭ് 2026 കൊച്ചി എളമക്കര മാധവ നിവാസിൽ പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് മേഖലകൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളം ദാരിദ്ര്യമുക്തമായി എന്ന്. പക്ഷേ യാത്ര ചെയ്യുന്ന സമയത്ത് പോകുവാൻ ശൗചാലയമില്ലാത്ത, കുടിക്കാൻ ശുദ്ധജലമില്ലാത്ത വനവാസി മേഖലകളിലെ നമ്മുടെ സഹോദരർ ഇന്നും കഷ്ടപ്പെടുന്ന ദാരുണമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കുവാനായിട്ട് വനവാസി മേഖലകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന സമയത്ത് കുടിവെള്ള പദ്ധതി 2 കിലോമീറ്റർ കാടിൻ്റെ അകത്തുനിന്ന് പൈപ്പിട്ട് നാച്ചുറലായിട്ടുള്ള ഉറവ് കൊണ്ടുവന്നുകൊണ്ട് ശേഖരിച്ച് കൊടുക്കുന്നു. ഉദ്ഘാടനം ചെല്ലാൻ ചെയ്യുന്ന അന്ന് അത് കാട്ടാന ചവിട്ടിപ്പൊട്ടിച്ചൊരു സംഭവം ഉണ്ടായി. അപ്പം ആ തരത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാടുകളുടെ അകത്തൊക്കെ താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അവർക്ക് സ്വാന്തനമേകാനായിട്ട് വിശ്വസേവാഭാരതിക്ക് സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു സഹോദരി ഉണ്ടെങ്കിൽ സാമ്പത്തിക പരാധീനത കൊണ്ട് വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമം. അപ്പം അത്തരത്തിലുള്ള പെൺകുട്ടികളെ മംഗല്യസൂത്രം അണിയിക്കുവാനായിട്ട് വിശ്വസേവാഭാരതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കെന്ന നമ്മുടെ മത്സ്യബന്ധന മേഖലകളിൽ ഇന്ന് ചില വിഭാഗങ്ങളുടെ കുത്തക നിലനിൽക്കുന്ന മേഖലകളിൽ നമ്മളുടെ സഹോദരന്മാരുടെ കൂട്ടായ്മയിലൂടെ അവർക്ക് ബോട്ട് നൽകിക്കൊണ്ട് അവർക്ക് ജീവനോപാധി കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാർ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ മേഖലയിലെല്ലാം തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വനവാസി കുടുംബങ്ങൾ കൂട്ടായിട്ട് താമസിക്കുന്ന മേഖലയിൽ അവർക്കുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളെ നവീകരിച്ചു കൊടുക്കുവാനായിട്ട് വിശ്വസേവാഭാരതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും കൈവച്ചുകൊണ്ട് ചുരുങ്ങിയ കാലത്തിനകം തന്നെ ഒരു സാമൂഹിക പരിവർത്തനവും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള പരിവർത്തനവും സൃഷ്ടിക്കുവാനായിട്ട് വിശ്വസേവാഭാരതി സേവാ കുംഭ് 2026 കൊച്ചി എളമക്കര മാധവ നിവാസിൽ പുരോഗമിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ റിട്ടയർഡ് CMD മധു S. നായരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക സുദർശൻ അല്പസമയത്തിനകം തന്നെ സേവാ സന്ദേശം നൽകും. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.